നമസ്കാരം. അവശനായെങ്കിലും അർജുന് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് കേരളം. അർജുന്റെ ജീവന് വേണ്ടി ദുരന്തം ഹൃദയത്തിൽ നോവായവരൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അർജുൻ ഒന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനകൾ കൊണ്ട് മാധ്യമങ്ങളുടെ കമന്റ് ബോക്സുകൾ നിറയുന്നു. ലോകത്തുള്ള ദൈവങ്ങളോട് എല്ലാവരോടും ഏവരും പ്രാർത്ഥിക്കുകയാണ്. അങ്കോള ഷിരൂർ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലെത്തിയിരിക്കെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടാവണമേ എന്ന് ആഗ്രഹിക്കുകയാണ് സ്നേഹം നിറച്ചാത്തായ മനുഷ്യർ. ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പ്രഥമ പരിഗണന നൽകുക. പുഴയിലേക്ക് 2 ഘട്ടങ്ങളിലായി മുങ്ങൽ വിദഗ്ധർ ഇറങ്ങും. ആദ്യ സംഘം ട്രക്കിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. 2ാം സംഘം പുഴയിലിറങ്ങി ട്രക്കിൽ കൊളുത്തുകൾ ഘടിപ്പിക്കും. ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് ട്രക്ക് കിടക്കുന്ന അവസ്ഥയും സ്ഥാനവും തുടർന്ന് നിർണയിക്കും. അതിനുശേഷം ദൗത്യസംഘം പുഴയിലിറങ്ങും. ദൗത്യത്തിന് അടിയൊഴുക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും മിഷൻ അർജുൻ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ തിരച്ചിൽ നടത്താനായി രാവിലെ തന്നെ സൈനിക സംഘം എത്തി. ലോങ് ബൂം എക്സ്കവേറ്ററും എത്തിക്കുകയുണ്ടായി. മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘം ലോറി കണ്ടെത്തിയ ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങി. കൂടുതൽ സംഘങ്ങളും അവരോടൊപ്പം ചേരുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ IBOD ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെ ദൗത്യം ആരംഭിക്കാനായിരുന്നു ആദ്യ തീരുമാനം. തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ല എന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വൈകുന്നേരത്തിനുള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് നാവികസേനയ്ക്കുള്ളത്. അവശനായെങ്കിലും അർജുന് ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഏവർക്കും. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ വെല്ലുവിളിയായി ഷിരൂരിൽ കനത്ത മഴ തുടരുകയാണ്. ലോറി കണ്ടെത്തിയ ഗംഗാവലി പുഴയിൽ ശക്തമായ നീരൊഴുക്കാണ് നിലവിലുള്ളത്. രാത്രിയും പ്രദേശത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ചയും ശക്തമായ മഴ തുടർന്നാൽ തെരച്ചിൽ ദൗത്യം ദുഷ്കരമാക്കുമെന്ന ആശങ്കയാണ് ഉള്ളത്. കരയ്ക്കും പുഴയിലെ മൺകൂനയ്ക്കുമിടയിലുള്ള ട്രക്ക് കരയിൽ നിന്നും 40 അടി അകലെ 15 മീറ്റർ ആഴത്തിലാണ് കിടക്കുന്നത്. അതേസമയം തങ്ങൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. അർജുന്റെ അമ്മയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്ത 2 യൂട്യൂബ് ചാനലുകാർക്കെതിരെയാണ് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിനിടെ നടത്തിയ പരാമർശങ്ങളാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചരണമാണ് നടക്കുന്നത് എന്നും അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതായും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണുണ്ടായതെന്നും ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്നുമാണ് അമ്മ ഷീല കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായി. കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയില്ല എന്നും ഷീല പറഞ്ഞിരുന്നു.